ഓരോ മതവിഭാഗത്തിന്റെയും ആരാധനകൾ അതിൻ്റെതായ രീതിയിൽ നടക്കുമ്പോൾ അതിനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് മതേതരത്വം. അല്ലാതെ അതിനോട് ചേർന്നിട്ട് നമ്മൾ ചെയ്യലല്ല. നിങ്ങളുടെ ഓണത്തിന്റെ ബോണസ് വേണ്ട, ഞങ്ങൾക്ക് നബിദിനത്തിന് ബോണസ് തന്നാൽ മതി, ഓണത്തിന്റെ ബോണസ് എനിക്ക് വേണ്ടാന്ന് ഏത് കാക്ക പറയും? എന്റെ മക്കൾക്ക് ഓണത്തിന് നിങ്ങൾ അവധി കൊടുക്കണ്ട, നബിദിനത്തിന് കൊടുക്ക്, വലിയ പെരുന്നാളിന് കൊടുക്ക്, കൊച്ചു പെരുന്നാളിന് കൊടുക്ക്, ഞങ്ങൾക്ക് ഓണം ഇല്ലാതുകൊണ്ട് നിങ്ങൾ ഓണത്തിന്റെ അവധി കൊടുക്കണ്ട എന്ന് പറയാൻ പറ്റുമോ? ശ്രീനാരായണ ഗുരു ജയന്തി, അതുപോലെ ശ്രീകൃഷ്ണ ജയന്തി, അതുപോലെ തന്നെ ഗാന്ധി ജയന്തി, ഇതൊക്കെ വരുമ്പോ അവധിയല്ലേ? ആ അവധി ദിവസങ്ങളിൽ നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കുന്നു, ബഹുമാനിക്കുന്നു. ആ ദിവസം ഇന്ന് അവധിയാണ്. കാരണം എന്താ? ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്, ഇന്ന് ദീപാവലിയുടെ അവധിയാണ്, ഇന്ന് ഓണത്തിന്റെ അവധിയാണ്, ഇന്ന് തിരുവോണ നാളാണ്. ആ ഒരു രീതിയിൽ നമ്മൾ അതിനെ ഒന്ന് റെസ്പെക്ട് ചെയ്യലാണ് മതേതരത്വം എന്ന് പറയുന്നത്. ഇന്ന് പെരുന്നാൾ, അതുകൊണ്ട് ഇന്ന് പള്ളി കടകളൊന്നും കാണാൻ സാധ്യത കുറവാ. കാരണം മുസ്ലിം സഹോദരങ്ങളൊക്കെ ഇന്ന് പള്ളിയിൽ പെരുന്നാൾ നിസ്കരിക്കാൻ പോകുന്ന ദിവസമാണ്. അങ്ങനെ റമളാനാണ്. 30 ദിവസം വലിയ കഷ്ടമാണ്. കാരണം അവര് പകല് നേരം ഒന്നും ചെയ്യില്ല, ഇബാദത്തുമായിട്ടൊക്കെ കഴിയുക. ഒരു മാസം അവരിങ്ങനെ ഒന്ന് സർവീസിന് കൊണ്ടുപോവുക, അവരെ തന്നെ ഒന്ന് സർവീസിന് കയറ്റുക. 11 മാസക്കാലം ഏത് കാട്ടിലും മേട്ടിലും ഓടാൻ വേണ്ടിയിട്ട് അവരെ ഒരു മാസത്തേക്ക് അവരെ സർവീസിന് കയറ്റുകയാണ് എന്ന് ഓരോ സത്യവിശ്വാസികളെ പറ്റിയും മറ്റുള്ളവർ വിശ്വസിക്കേണ്ടതിന് പകരം ഇപ്പൊ റമദാനാകുമ്പോൾ വരും, അല്ലെങ്കിൽ യൗമാർക്ക് വലിയ കുഴപ്പമാണ്, യൗമാരെയൊക്കെ ഇവിടെ നിന്ന് അപ്പോഴേ ഓടിക്കണം, ഒന്നുകിൽ ബംഗ്ലാദേശ് ഇല്ലെങ്കിൽ പാകിസ്ഥാൻ. പറയുന്നിട്ട ഇവരെയൊക്കെ അപ്പൂപ്പന്റെയൊക്കെ സ്ഥലമാണിതെന്നാണ് തോന്നുന്നത്. അങ്ങോട്ട് ഓടിക്കണം. കാരണം എന്താ? ഇവനൊക്കെ റമദാനില് എല്ലാം അടച്ചിടുന്നവന്മാരാണ്, ഞങ്ങൾക്ക് വെള്ളം കുടിക്കണ്ടേ? അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങിയപ്പോ ഇപ്പൊ ഒരു 10 കൊല്ലത്തിന് ഇപ്പറേ ആയുള്ളൂ ആ ഒരു ചോദ്യം വന്നിട്ട്, അല്ലേ? അങ്ങനെയല്ലേ? 10 കൊല്ലത്തിന് ഇപ്പറേ ആയിട്ടുള്ളൂ. അതിന് മുമ്പൊക്കെ നമ്മൾ പറയും ഓണമാണ് ഇന്ന് അവധിയായിരിക്കും, ദീപാവലിയാണ് ഇന്ന് അവധിയായിരിക്കും, പെരുന്നാളാണ് ഇന്ന് അവധിയായിരിക്കും, റമളാനാണ് ഇന്ന് കടയടവായിരിക്കും. എല്ലാവരും അതിനെ റെസ്പെക്ട് ചെയ്തിരുന്നു. ഇന്നിപ്പോ അതൊക്കെ മാറി. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന വിഷയം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ മനുഷ്യരും മതേതരത്വം തെളിയിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കാൻ. അതൊക്കെ മാറട്ടെ. നമുക്ക് റസൂലുള്ളാഹിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കേൾക്കുമ്പോ ഒരു മടിയും വേണ്ട. അശ്രദ്ധ മാറണം. ബാങ്ക് വിളിക്കുമ്പോൾ ശബ്ദിക്കരുത്, മുസ്ലിം പെണ്ണിനോട് ഞാൻ ചോദിക്കുകയാണ്, പണ്ട് കാലങ്ങളിൽ പള്ളിയിൽ ബാങ്ക് കേട്ടിരുന്നാൽ ആ നിമിഷം നിന്റെ തലയിൽ മുണ്ട് വരുമായിരുന്നല്ലോ, തലയിൽ തുണിയിടുമായിരുന്നല്ലോ. ഇന്നെവിടെ പോയി? ഇന്ന് മുസ്ലിം പെണ്ണിന്റെ തലമറയ്ക്കലും മുസ്ലിം പെണ്ണിന്റെ പർദ സംസ്കാരവും എപ്പോഴാണെന്നറിയോ? ഒരു മുസ്ലിം പെണ്ണിന് പർദ അത് സംസ്കാരമായി വരുന്നത് ആ പെണ്ണിനെ ഏതെങ്കിലും ഒരു കേസിൽ അറസ്റ്റ് ചെയ്തിട്ട് ഏതെങ്കിലും കോടതിയിൽ ഹാജരാക്കുമ്പോഴല്ലേ? ഏതെങ്കിലും കോടതിയിൽ കൊണ്ടുപോകുമ്പോ അതുവരെയും നഗ്നയും മർദ്ദനഗ്നയും അതുപോലെ തന്നെ പരിപൂർണ നഗ്നയുമായിരുന്ന പെണ്ണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുമ്പോ എവിടെ നിന്നോ ഒരു പറന്ന് തലയിലേക്ക് വിടുകയാണ്. ഷിംജിദ മുസ്തഫയിൽ നമ്മൾ കണ്ടത് അതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ മറുഭാഗത്തിരുന്ന് ചില ആളുകൾ പറയും, അല്ലെങ്കിലും പർദ്ദക്കാരങ്ങനെ തന്നെ. ഇവളാകെ പർദ്ദ ഇട്ടത് പോലീസ് പിടിക്കാൻ നേരത്താ. ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ ചിന്തിക്ക്. നിങ്ങൾ മറുപടി പറയണ്ട, നിങ്ങൾ എനിക്ക് സപ്പോർട്ടും ചെയ്യണ്ട. ഇത് ഈ കൊച്ചിയിൽ ഫ്ലാറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മത്സരമല്ല. നിങ്ങൾ എനിക്ക് SMS അയക്കണം, നിങ്ങളൊരു ലൈക്ക് അടിക്കണം, ഷെയർ അടിക്കണം, കമന്റ് അടിക്കണം എന്ന് പറയാൻ. ഞാൻ പറയുന്നത് സത്യസന്ധമാണ്. അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ ഉൾക്കൊണ്ടോ. നമ്മൾ ഇൻഷാ അല്ലാഹ് ഒരു അശ്രദ്ധയും നമുക്കില്ല. ബാങ്ക് കേൾക്കുമ്പോൾ സംസാരം നിർത്തുക. അതിന് എത്ര വലിയ കാര്യം പറഞ്ഞാലും അതാരും ഉണർത്തി തരേണ്ട കാര്യമില്ല. അത് നമുക്കറിയുന്ന കാര്യമാണ്. നബിതങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലണം. അത് നമുക്ക് ആരും പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. സഹാബത്തിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു അത് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഒരാൾ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയണം. അത് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇതൊക്കെ അശ്രദ്ധമായി പോയി. നമ്മൾ അശ്രദ്ധയിലാണ്. ആ അശ്രദ്ധ മാറ്റി തരും അല്ലാഹു തആല എപ്പോ? നീ മരിക്കുന്ന സമയത്ത്. പക്ഷേ അന്ന് അത് മാറിയിട്ടൊരു കാര്യമില്ല. അതിന് മുമ്പ് നമ്മളായിട്ട് മാറ്റിയെടുക്കണം. അതിനെന്താ വേണ്ടത്? അത് അവസാനം പറയും 9:35. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അല്ലാഹു കബൂലാക്കട്ടെ.
സഹോദരങ്ങളെ, ഇനി ഞാൻ പറയുന്നത് അതിന്റെ അടയാളങ്ങളാണ്. ഞാൻ ഈ അശ്രദ്ധയുടെ കാര്യം പറയുമ്പോൾ ചില കൂറിൽ നിങ്ങൾ ചിന്തിക്കും ഞാനതിൽ പെട്ടിട്ടില്ല, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാനതിലൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഞാനൊരു 3 അടയാളങ്ങളെ പറഞ്ഞു തരട്ടെ. ആ അടയാളങ്ങൾ ഈ പറയുന്ന തീരദേശ പ്രദേശമാകുന്ന ചിലക്കൂരിന്റെ മണ്ണില് ആണായാലും പെണ്ണായാലും വലുതായാലും ചെറുതായാലും പണ്ഡിതനായാലും പാമരനായാലും പ്രിയപ്പെട്ടവരെ, മുതലാളിയായാലും തൊഴിലാളിയായാലും സമ്പന്നനായാലും ദരിദ്രനായാലും ആരായാലും ഈ 3 അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കണേ. ഈ അടയാളങ്ങൾ ഉണ്ടെങ്കിൽ എഴുതി വെച്ചോ. നമ്മൾ അശ്രദ്ധയുടെ മൂടുപടത്തിന്റെ അകത്തളങ്ങളിൽ മയങ്ങിക്കിടക്കുകയാ. അതെടുത്ത് പുറത്തേക്ക് കളഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് വരണം. ഏതാ 3 അടയാളം എന്നറിയോ? അല്ലാഹു പറയുകയാണ്, വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. മനുഷ്യഭൂത വർഗത്തിൽ നിന്ന് ഭൂരിപക്ഷത്തെയും ഞാൻ നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഭൂരിപക്ഷം ജനങ്ങളെയും ഭൂരിപക്ഷം ഭൂതവർഗത്തെയും ഞാൻ നരകത്തിന് വേണ്ടി പടച്ചിരിക്കുകയാണ്. ഇവിടെ അല്ലാഹു തആല പറഞ്ഞതിനെ ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് സമയത്തിന്റെ കുറവ്, വിഷയവുമായി ബന്ധവുമല്ല. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, നരകത്തിന് വേണ്ടി പടയ്ക്കപ്പെട്ട വിഭാഗത്തിന്റെ അടയാളങ്ങൾ എന്താണ് അവരുടെ പ്രശ്നമെന്നറിയോ? അല്ലാഹു 3 അടയാളങ്ങൾ പറയുകയാ. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആമി ബൽ ഹും അളല്ലു വഉലൈക ഹുമുൽ ഗാഫിലൂൻ. സൂറത്തുൽ അറാഫിലൂടെ പടച്ചതമ്പുരാനെ പരിചയപ്പെടുത്തുകയാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരി, 3 അടയാളങ്ങൾ ഏതെന്നറിയോ? അല്ലാഹു പറയുന്നു, ലഹും ഖുലൂബ്, അവർക്ക് മിടിക്കുന്ന ഒരു മുട്ടിയുടെ വലിപ്പമുള്ള വാരിയെല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയമുണ്ട്. പക്ഷേ ലാ യഫ്ഖഹൂന ബിഹാ, അവർ ചിന്തിക്കുന്നില്ല. ഞാൻ ഉദാഹരണം പറയാൻ മനസ്സിലാകും. തീരെ ചിന്തിക്കുന്നില്ല എന്നല്ല, ചിന്തിക്കേണ്ടത് ചിന്തിക്കുന്നില്ല. അല്ലാതെ ചിന്തിക്കേണ്ടത് നമുക്ക് എങ്ങനെ ഒരുത്തനെ കുടിയിലിടാം, എങ്ങനെ ഒരുത്തനെ വലിച്ചിടാം, ഒരുത്തനെ എങ്ങനെ പറ്റിക്കാം, അവനെ എങ്ങനെ വെട്ടിക്കാം, അവനെ എങ്ങനെ തട്ടിക്കാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ചിന്തിക്കേണ്ടത് ചിന്തിക്കുന്നില്ല. വലഹും അഅ്യുൻ, മനോഹരമായ 2 നയനങ്ങൾ അവന് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ലാ യുബ്സിറൂന ബിഹാ, കാണേണ്ടതവന് കാണുന്നില്ല, കാണേണ്ടതവൻ കാണുന്നില്ല. വലഹും ആദാൻ, 2 മനോഹരമായ ശ്രവണപുടങ്ങളെ ഞാൻ അവന് കൊടുത്തു. ലാ യസ്മഊന ബിഹാ, കേൾക്കേണ്ടതവന് കേൾക്കുന്നില്ല. വിശദീകരണം പിന്നെ പറയാം. കാണേണ്ടത് കാണുന്നില്ല, ചിന്തിക്കേണ്ടത് ചിന്തിക്കുന്നില്ല, കേൾക്കേണ്ടത് കേൾക്കുന്നില്ല. അല്ലാഹു പറയുന്നു, ഇവനാണ് ഞാൻ നരകം തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇവൻ ഇപ്പൊ ആരെ പോലെ എന്നറിയോ? ചിന്താശേഷിയില്ല, കേൾവി ശക്തിയില്ല, കാഴ്ച ശക്തിയില്ല, ഇല്ലാതില്ല, ഉണ്ട്. പക്ഷേ ചിന്തിക്കേണ്ടത് കാണേണ്ടത് കേൾക്കേണ്ടതില്ല. അവനാരെ പോലെ എന്നറിയോ? ഉലൈക കൽഅൻആം, അവൻ നാൽക്കാലികളെ പോലെയാണ്. അവൻ നാൽക്കാലികളെ പോലെയാണ്, നാൽക്കാലികളെ പോലെയാണ്. നായക്ക് നാണക്കേടാണ് അങ്ങനെ നമ്മൾ അവരിലേക്ക് ചേർത്ത് പറഞ്ഞാൽ. കഴുതയ്ക്ക് നാണക്കേടാണ്. അല്ലാഹു അതുകൊണ്ട് ഒരു പടി കൂടി താഴേക്ക് ഇറങ്ങി പറഞ്ഞു, ഉലൈക കൽഅൻആമി ബൽ ഹും അളല്ലു, അതിനേക്കാൾ നികൃഷ്ടനാണ്, നാൽക്കാലികളെക്കാൾ നികൃഷ്ടനാണ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, ഇവൻ ഇതിലൂടെ സംഭവിച്ചതെന്നറിയോ? ഇവൻ അശ്രദ്ധനായി പോയി, ഇവൻ അശ്രദ്ധനാണ്. അതാണ് ഇവന് കാണേണ്ടത് കാണാത്തതും കേൾക്കേണ്ടത് കേൾക്കാത്തതും ചിന്തിക്കേണ്ടത് ചിന്തിക്കാതിരിക്കുകയും ചെയ്യാ. ചിന്തിക്കേണ്ടത് ചിന്തിക്കുന്നില്ല. ഞാൻ അതിനെപ്പറ്റി ഒരാളെ കൽബിലുള്ള കാര്യം, ഇപ്പൊ ഞാൻ എന്താ ചിന്തിക്കുന്നത് നിങ്ങൾക്കറിയില്ല, നിങ്ങൾ എന്താ ചിന്തിക്കുന്നത് എനിക്കറിയില്ല. കൽബിലുള്ള കാര്യമായതുകൊണ്ട് തന്നെ അത് തൽക്കാലം അങ്ങ് വിടാം. അള്ളാഹു നല്ലത് ചിന്തിക്കാനുള്ള തൗഫീക്ക് തരട്ടെ.
വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, കാണേണ്ടത് കാണുന്നില്ല. നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോഴുള്ള അവസ്ഥ എന്താ? മൊബൈൽ ഇങ്ങനെ എടുത്തപ്പോ ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ചതാണ്, നടീനടന്മാരാണ്, അതിലിങ്ങനെ അഭിനയം നടക്കുക. ആ അഭിനയത്തില് ഭാര്യയ്ക്ക് കണ്ണിന് ക്യാൻസർ ബാധിച്ചു. ആ ക്യാൻസർ ബാധിച്ച ഭാര്യയും കൊണ്ട് ഭർത്താവ് ഇങ്ങനെ ആശുപത്രിയിലേക്ക് പോവാ. ആ ഭർത്താവിന് രോഗം ബാധിച്ച് ഭാര്യ ആശുപത്രിയിലേക്ക് പോവാ. ഒരു ഉദാഹരണം. അങ്ങനെ ഭാര്യ ഇയാളെ താങ്ങിയെടുത്ത്, പാവപ്പെട്ടവനാണ്, ശ്വാസം കിട്ടുന്നില്ല, അവനെ ഇങ്ങനെ കൊണ്ടുപോയി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഉദ്യോഗസ്ഥര് അവന് വേണ്ട വിധം, സർക്കാർ ജീവനക്കാർ, സർക്കാർ എന്ന് പറയുന്നത് ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, എംപ്ലോയീസിനെയാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? ഇടതും വലതും സർക്കാരിനെ അല്ല, ആ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഒരു ഓഫീസിലെ, അവര് വേണ്ട വിധം പരിഗണിച്ചില്ല. പരിഗണിക്കാതെ വന്നപ്പോൾ ഭാര്യയുടെ കൈത്തണ്ടയിൽ കിടന്നിട്ട് ഭർത്താവ് ശ്വാസം നിലച്ചിട്ട് മരിച്ചുപോയി. ഇതൊരു ഷോർട്ട് ഫിലിമാണ്. ഇത് കണ്ടിട്ട് ഭാര്യ പൊട്ടിപ്പൊട്ടിക്കരയാണ്. ഏത്? നമ്മുടെ വീട്ടിലുള്ള ഭാര്യ. നമ്മുടെ മക്കൾ ഇത് കണ്ടിട്ട് കണ്ണീര് വാർക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിൽ ഭാര്യയും ഭർത്താവും അഭിനയിച്ചതാണ്. ഇത് കണ്ടിട്ട് പൊട്ടിക്കരയുന്നു. എന്നാൽ വിളപ്പിൽശാല എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയുടെ ഒരു സ്ഥലത്ത് വെളുപ്പിന് 3 മണിക്ക് ഭർത്താവിന് ശ്വാസം കിട്ടാതെ തന്റെയും തന്റെ പ്രിയപ്പെട്ട 2 മക്കളുടെയും അന്നം തേടി ഹോം ഡെലിവറി ചെയ്ത് ജീവിക്കുന്ന പാവപ്പെട്ട ഒരു സഹോദരൻ, അദ്ദേഹത്തിനെ ശ്വാസം കിട്ടാതെ ഭാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ നായ കയറാതിരിക്കാൻ ആശുപത്രിയുടെ ഡോർ അടച്ചിരിക്കുന്നു. ഒരുപാട് വിളിച്ചിട്ട് അവസാനം അതിനകത്ത് കയറി ഒന്ന് കിട്ടി. അങ്ങനെ കയറി കിട്ടി. ഡോക്ടറെ വിളിച്ചു, സിസ്റ്ററെ വിളിച്ചു, ഉദ്യോഗസ്ഥരെ വിളിച്ചു. അവരൊക്കെ രാത്രിയായതുകൊണ്ട് തന്നെ ദേഷ്യപ്പെടുകയാണ്. ഒന്ന് വരണേ, അവസാന കൈ 2 ഉയർത്തിപ്പിടിച്ചിട്ട് എന്നെ രക്ഷപ്പെടുത്തണേ, 2 മക്കളുള്ള ആളാ ഞാനെന്ന് വിളിച്ചു പറഞ്ഞു. അവസാന ഭാര്യ നിലവിളിച്ചു. ആ ഭാര്യയും ഭർത്താവിനെയും കൂടി അപകടകരമായ അവസ്ഥയാണെന്ന് കണ്ടിട്ട് ആംബുലൻസ് വിളിച്ചിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ഒരാളെ കൂടെ ഒന്ന് കയറ്റുമോ? എനിക്കൊന്നും അറിയില്ല, ABCD അറിയാത്തവളാ ഞാനെന്ന് പറഞ്ഞിട്ടും ഒരാളെയും അതിനകത്ത് കയറാൻ അവര് തയ്യാറാകാതെ ആ സഹോദരി ഭർത്താവിനെയും കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോൾ നഷ്ടപ്പെട്ടത് ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ അത്താണിയും, കുടുംബത്തിന്റെ തണലും, കുടുംബത്തിന്റെ വിളക്കും, കുടുംബത്തിന്റെ സഹായിയും, കുടുംബത്തിന്റെ എല്ലാമായിരുന്ന ആ പാവപ്പെട്ട സഹോദരൻ എന്നേക്കുമായി ലോകത്തോട് വിട പറഞ്ഞു. ആരുടെ കണ്ണ് നിറഞ്ഞു? ആരുടെ കണ്ണ് നിറഞ്ഞു? ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച അതേ അവസ്ഥ റിയലായിട്ടുണ്ടായപ്പോ ആർക്ക് കണ്ണ് നിറഞ്ഞു? നമ്മളിന്ന് റീൽസ് കണ്ടിട്ട് കരയും, റിയൽ കണ്ടിട്ട് കരയാൻ പറ്റൂല. റീൽസ് എങ്ങനെയാ? ഭാര്യ ഭർത്താവിന്റെ വായിലേക്ക് ചീനിക്കിഴങ്ങ് പുഴുങ്ങി വെച്ചു കൊടുക്കാൻ, കാച്ചില്, ചേന, ചേമ്പ്, മരച്ചീനി പുഴുങ്ങി അവിച്ചിട്ട് അതിങ്ങനെ ഭാര്യ ഭർത്താവിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കാൻ. അതിങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ ഒരു 10-20 സെക്കൻഡ് ഭർത്താവ് ഇങ്ങനെ സന്തോഷിക്കുന്നു, ഭാര്യ ഇങ്ങനെ സന്തോഷിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവൾ എനിക്ക് വായിലേക്ക് ഒരു പിടി ഭക്ഷണം തന്നല്ലോ. അപ്പോഴേക്കും ക്യാമറ കട്ട് ചെയ്യുന്നു, അത് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യുന്നു, ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നു. പക്ഷേ ഈ റീൽസ് എടുത്തതിന് ശേഷം കുറച്ച് സമയം എന്താണ് ആ വീട്ടിൽ റിയലായി നടന്നത് എന്ന് ആരും അന്വേഷിക്കൂല. കാരണം എന്താ? കസേര എടുത്ത് ഭാര്യ ഭർത്താവിന്റെ തലക്കടിച്ചിട്ടുണ്ടാവും, ഭർത്താവ് അവളെ ചവിട്ടി ഉരുട്ടിയിട്ടുണ്ടാവും. ചില ഭർത്താക്കന്മാർ അങ്ങനെയാണ്, ഉമ്മയുടെ വാക്ക് കേട്ടിട്ട് വന്ന് ഭാര്യയെ തല്ലും. ചില ഭർത്താക്കന്മാര് സഹോദരിയുടെ വാക്ക് കേട്ടിട്ട് വന്ന് ഭാര്യയെ തല്ലും. ചിലര് മക്കള് വന്ന് വഴി എന്നിട്ട് പറയും ഉമ്മ അങ്ങനെയാന്ന് പറഞ്ഞു കൊടുക്കും, അപ്പൊ വന്നിട്ട് ഭാര്യയെ തല്ലും. ചിലര് വഴിയിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കും, അസൂയ കൊണ്ടിട്ട് അത് കണ്ടിട്ട് വന്നിട്ട് ഭാര്യയെ തല്ലും. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് മടുത്തുപോയ ഒരു ഭാര്യ പറഞ്ഞു, ഏറ്റവും നല്ല കുടുംബജീവിതം ആരാ നയിക്കുന്നതെന്ന് വെച്ചവൻ പറഞ്ഞു, അത് ഒരു തർക്കവും ഇല്ല, ആദമു ഹവ്വായുവാണ്. കാരണം എന്താ? അവർക്ക് നാത്തൂമാരുമില്ല, അമ്മായിയമ്മയില്ല, അവർ രണ്ടുപേരും സ്വസ്ഥത ജീവിതം. അവളെ കേൾക്കാനൊന്ന് തയ്യാറാവണ്ടേ? ഭർത്താവ് ഭാര്യ ഒന്ന് കേൾക്കാൻ തയ്യാറാകണ്ടേ?
അവളുടെ വാപ്പയും ഉമ്മയും അവളുടെ ആങ്ങളമാരും ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അവളുടെ എല്ലാ ബന്ധുക്കളും 18 വയസ്സ് വരെ വളർത്തിയ അവരെ ഒക്കെ കരയിപ്പിച്ചിട്ട് പറിച്ച് നിന്റെ കയ്യിലേക്ക് നട്ടു തന്നു. ഇനി ഉപ്പാപ്പ നീയാ, ഉമ്മാമ്മ നീയാ, വാപ്പ നീയാ, ഉമ്മ നീയാ, ബ്രദേഴ്സ് നീയാ, സിസ്റ്റേഴ്സ് നീയാണ്, അവളുടെ ഫ്രണ്ട്സ് നീയാണ്, എല്ലാം നീയാ. നീയേ ലോകം. ഒരു പെണ്ണിന് ഭർത്താവാണ് ലോകം. ആ പ്രിയപ്പെട്ട ഭർത്താവ് എന്ന ലോകവുമായി കഴിയുന്ന ഒരു പെണ്ണിനോട് നീ ആങ്ങളയാകണം, നീ പെങ്ങളാകണം, നീ വാപ്പാകണം, നീ ഉമ്മാകണം, നീ സഹോദരനാകണം, നീ സഹോദരിയാകണം, നീ ഫ്രണ്ട്സ് ആകണം, നീ ശിഷ്യയാകണം, നീ ഗുരുവാകണം. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയെ ചിലപ്പോഴൊക്കെ മാബിർ സ്ഥാനത്ത് കാണും. ഉമ്മയാണ്, ചിലപ്പോഴല്ല ഭാര്യ, ഒരു സഹോദരി, ഒരു അധ്യാപിക, ഒരു ഗുണദോഷി, ഒരു ബാങ്ക്, ഇതൊക്കെ ആയിരുന്നല്ലോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ഭാര്യയും ഭർത്താവും തമ്മിലും മനസ്സിലാക്കുമ്പോഴാണല്ലോ ജീവിതം സന്തോഷമാവുക. അള്ളാഹു നമ്മുടെ ജീവിതങ്ങൾ അങ്ങനെ ആക്കി തരട്ടെ. ചില ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ മനസ്സിലാക്കാൻ പറ്റൂല. അത് മനസ്സിലാക്കുന്നിടത്താണ് നൂഹ് നബിയുടെ ഭാര്യ വാഹില, ലൂത്ത് നബിയുടെ ഭാര്യ വായില, ഈ 2 നബിമാരെ മനസ്സിലാക്കിയില്ല ഭാര്യമാര്. അവർ രണ്ടുപേരും അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു ഖീല ദുഖുലന്നാർ, പൊയ്ക്കോ നരകത്തിലേക്ക്. ആസിയ ബീവി അവരുടെ പ്രിയപ്പെട്ട ഭർത്താവ് ഫിർഔൻ മനസ്സിലാക്കിയില്ല, ഭർത്താവ് മനസ്സിലാക്കിയില്ല. അള്ളാഹ് ഫിർഔനോട് പറഞ്ഞു നരകത്തിൽ പൊയ്ക്കോളാൻ. അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് ഭർത്താവായ പ്രവാചകനെ മനസ്സിലാക്കി. ഒരിക്കൽ വിളിച്ചിട്ട് പറയാൻ പറഞ്ഞു, നബിയേ അങ്ങയുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ വിളിച്ചിട്ട് പറയണം, ദാരിദ്ര്യം കഷ്ടപ്പാടും സഹിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? എങ്കിൽ കൂടെ നിന്നോ. ആയിഷ ബീവിയെ വിളിച്ചിട്ട് പറഞ്ഞു റളിയല്ലാഹു അൻഹാ, നീ വാപ്പ അബൂബക്കറിനോടും ഉമ്മ റൂമാനോടും ചോദിച്ചിട്ട് പറഞ്ഞാ മതി, നീ നന്നേ പ്രായം കുറഞ്ഞവളാ. അവരെല്ലാവരും വന്നിട്ട് പറഞ്ഞു, നബിയെ പട്ടിണി കിടക്കാനാണെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ട്, ആഹാരം കഴിക്കാനാണെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ട്, ജീവിക്കാനും സന്തോഷിക്കാനും സന്തപിക്കാനും പിന്നെ സന്തോഷിക്കാനും ദുഃഖിക്കാനും ഏറെ സന്തോഷ സന്താപ സമ്മിശ്രമായ ജീവിതത്തിന്റെ എല്ലാത്തിലും ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, അങ്ങനെ പ്രിയപ്പെട്ടവര് ഏതെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോൾ അവിടെ നടക്കുന്ന കാര്യം എന്താ? റീൽസ് വേറെ, റിയൽ വേറെയാണ്. നമ്മളിപ്പോ ഓരോ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ അഭിനയിച്ചിട്ട് റീൽസ് ഒക്കെ കാണിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഓ ഇവിടെ ഒരു കിഴങ്ങൻ ഭർത്താവ്, ഒരു ഉപയോഗം ഇല്ല, അവളെ ഭർത്താവ് കണ്ടോ എന്ന് ചിന്തിക്കേടി. അത് റീൽസ് ആണ് മോളെ. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഈ റീൽസിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ അപ്പോഴേക്കും അവളെ മാവേലിയെ ചവിട്ടിത്താഴ്ത്തിയ പോലെ ചവിട്ടിത്താഴ്ത്തിയിട്ടുണ്ടാവും അവിടെ. നീ അറിയാത്തത് കൊണ്ടാ. നീ റീൽസ് കണ്ടിട്ട് റിയൽ ആണെന്ന് ചിന്തിക്കല്ലേ. അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് നിനക്ക് തെറ്റുപറ്റിയത്. നിനക്ക് കണ്ണുണ്ട്, നീ കാണുന്നുണ്ട് പലതും, പക്ഷെ കാണേണ്ടത് കാണുന്നില്ല. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെയും പ്രിയപ്പെട്ട പ്രവാചകന്റെയും ജീവിതം എങ്ങനെയാണെന്ന് നീ കാണുന്നില്ല. അതിന് നിനക്ക് മനസ്സില്ല. നീ അശ്രദ്ധയിലായി പോയി. കേൾക്കേണ്ടത് നീ കേൾക്കുന്നില്ല. അപ്പുറത്തെ വീട്ടിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ ദീനരോധനം, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ പാടുപെടുന്നവന്റെ കഷ്ടപ്പാട്, അതിന്റെ വേദന, അതിന്റെ പ്രയാസങ്ങൾ നിലവിളിയായി ഉയരുമ്പോൾ അത് കേൾക്കാൻ നിന്റെ ശ്രവണഗുണങ്ങൾക്ക് കഴിയുന്നില്ല. ഈ കേരളം എന്ന സാക്ഷര കേരളം രാക്ഷസ കേരളമാണോ എന്ന് നമ്മൾ ആശങ്കയുണ്ടാകുന്നു. ദൈവത്തിന്റെ സ്വന്തം നാട് സാത്താന്റെ നാടാണോ എന്ന് നമ്മൾ ആശങ്കപ്പെടുന്നു. ആ നാട്ടില് ഞാൻ നേരത്തെ പറഞ്ഞ റാം നാരായണനെ തല്ലിക്കൊന്നു. അത് മതവിദ്വേഷത്തിന്റെ പേരിലാണ്. മധു എന്ന അട്ടപ്പാടിയിലെ സഹോദരനെ ഒരൽപ്പ അരി മോഷ്ടിച്ചു എന്നതിന്റെ പേരിൽ തല്ലിക്കൊന്നു. എന്തിന്റെ പേരിൽ? ഇപ്പോ ചിലക്കൂരിലെ ഓരോ പെണ്ണുങ്ങളുടെയും കൃത്തടങ്ങളിലേക്ക് തുളച്ചു കയറട്ടെ. ഫേസ് ക്രീം എടുത്ത് മാറ്റിവെച്ചു എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ ഒരു കുരുത്തം കെട്ട പെണ്ണ് തന്റെ അമ്മയെ ചവിട്ടി ഉരുട്ടി. എന്താ അമ്മ ചെയ്ത തെറ്റ്? ഇവരുടെ ഫേസ് ക്രീം ഇട്ടു കൊടുത്താലും മതി കണ്ടാൽ. ആ ഫേസ് ക്രീം അത് എടുത്ത് മാറ്റിവെച്ചു എന്നതിന്റെ പേരില് ആ മകള് അമ്മയെ ചവിട്ടി കൂട്ടുന്നു. എന്തു ലോകമാ സഹോദരങ്ങളെ, എന്തു ലോകമാണ്. കൂട്ടുകാര് തമ്മിൽ 19 വയസ്സുകാരൻ 16 വയസ്സുകാരന്മാര് തമ്മിൽ സ്കൂളില് തല്ലുകൂടുന്നു. സിനിമയിൽ കാണുന്നത് പോലെ ഒരുത്തനെ അടിച്ചടിച്ചടിച്ച് അവശനാക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒരു അവസ്ഥ അല്ലേ?
നമ്മളൊക്കെ കാണുന്നതാണ്. ഞാൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുത്തൻ ഒരു കോടാലിയും കൊണ്ട്, ഒരു ചെറിയ കൈക്കോടാലിയുമായിട്ട് ബൈക്കിനകത്ത് കയറിയിട്ട് ആദ്യം പോയിട്ട് തന്റെ പ്രിയപ്പെട്ട വാപ്പുമ്മയെ കൊന്നിട്ട്, അപ്പുറത്ത് വന്ന് മൂത്താപ്പയെയും മൂത്തുമ്മയെയും കൊന്നിട്ട്, അവന്റെ പ്രിയപ്പെട്ട കാമുകിയെ വിളിച്ചു വരുത്തിയിട്ട് അവളെയും കൊന്നിട്ട്, അവസാനം അവന്റെ പാവപ്പെട്ട കുഞ്ഞനുജൻ മിനിറ്റുകൾക്ക് മുമ്പ് കുഴിമന്തി വേണമെന്ന് വാശി പിടിച്ച അനുജന് കുഴിമന്തി വാങ്ങിക്കൊടുത്തിട്ട് അതിന്റെ 2 പിടി പറ്റ് തന്റെ പ്രിയപ്പെട്ട കുഞ്ഞനുജൻ, ഭക്ഷണപ്രിയനായ കുഞ്ഞനുജൻ വാരി വലിച്ച് തിന്നുന്നത് കണ്ടിട്ടും ഈ മൃഗമെന്ന അഫാന് ആ കൊലപാതകത്തിൽ നിന്നും മാറി നിൽക്കാൻ അവന്റെ മനസ്സിന് കഴിഞ്ഞില്ല. അടിച്ച് വെട്ടി തല വെട്ടി പിളർന്ന് കൊന്നുകളഞ്ഞു. ആ ലത്തീഫ് എന്ന സഹോദരനും അദ്ദേഹത്തിന്റെ ഭാര്യയും എന്റെ അകന്ന റിലേറ്റീവാണ്. എന്റെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അപ്പുറത്താ ഈ കൊലപാതകം നടന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിലയിൽ നമ്മുടെ നാടിന്റെ നാനാഭാഗങ്ങളിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ 16 വയസ്സുകാരനായ ഒരു സഹോദരൻ, 2 കൂട്ടുകാര് വീട്ടിൽ നിന്ന് പിണങ്ങിയിറങ്ങിയിട്ട് നേരെ പോയത് കോഴിക്കോടേക്കാണ്. കോഴിക്കോട് ബീച്ചിൽ വന്നു. അവിടെ നോക്കുമ്പോൾ സമാനമായി ഒരു 16 വയസ്സുകാരി വീട്ടിൽ നിന്ന് പിണങ്ങിയിറങ്ങി. നിങ്ങൾ അറിയണം, എനിക്കുണ്ട് 14 വയസ്സുള്ള മകൾ. എന്റെ മൂത്ത മകൾക്ക് 14 വയസ്സാണ്. പ്രിയപ്പെട്ടവരെ, ആ 16 വയസ്സുകാരിയായ പ്രിയപ്പെട്ട ആ വീട്ടിൽ നിന്ന് എന്തോ ഒരു പിണക്കത്തിന്റെ പേരിൽ ഇറങ്ങിയ മകള് ഈ ബീച്ചിൽ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ 16 വയസ്സുള്ള 2 കുട്ടികൾ വീട്ടിൽ നിന്ന് പിണങ്ങി കാസർഗോഡ് നിന്ന് ട്രെയിൻ കയറിയിട്ട് കോഴിക്കോട് ബീച്ചിൽ വന്നിട്ട് ഈ പെൺകുട്ടിയെ കണ്ടപ്പോ ചോദിച്ചു, നീ വല്ലതും കഴിച്ചോ? എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? ഞാൻ പിണങ്ങി ഇറങ്ങിയതാ. അപ്പൊ നമ്മളെ പോലെ തന്നല്ലോ. എന്താ, നീ വല്ലതും കഴിച്ചോ? കഴിച്ചില്ല. നിനക്ക് അല്പം ഉറങ്ങണ്ടേ? ഉറങ്ങണം. പാവം, അവക്കൊന്നും അറിയില്ലല്ലോ. കൂടെ പോയി തൊട്ടടുത്ത് റൂം എടുത്തിട്ട് ഈ 2 പേരും മാറി 16 വയസ്സുകാർ ആ പാവപ്പെട്ട 16 വയസ്സുകാരിയെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തിട്ട് 5000 രൂപ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് ഇറക്കി വിട്ടു. ഇതും ഈ കേരളത്തിൽ നടന്നതാണ്. എവിടെ എത്തി ലോകം? എവിടെ എത്തി സഹോദരങ്ങളെ ലോകം? 2 കോടി രൂപയുടെ വാഹനം എന്റെ കാമുകിയായ ഞാൻ പുറകെ നടക്കുന്ന എന്റെ കോളേജിലെ എന്റെ ഫ്രണ്ട്സിന് 2 കോടി രൂപയുടെ ഒരു വണ്ടി അവളുടെ പോർച്ചിലുണ്ട്. എനിക്ക് അവളെ വളയ്ക്കണം, എനിക്ക് അവളെ പ്രേമിക്കണം, എനിക്ക് അവളെ അടിച്ചിടണം, എനിക്ക് അവളെ ലൈനിടണം. അതുകൊണ്ട് ഉമ്മ എനിക്ക് 3 കോടിയുടെ കാറ് വാങ്ങിത്താ എന്ന് പറഞ്ഞിട്ട് ഉമ്മയുടെ അടുക്കൽ വന്നിട്ട് വാശി പിടിച്ച മകൻ ഈ കേരളത്തിലല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഈ കേരളത്തിലല്ലേ? അവിടെ തീരുന്നുണ്ടോ കാര്യങ്ങൾ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1.5 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരില് വാപ്പയും ഉമ്മയും ആരുമില്ലാത്ത സമയത്ത് വീടിന്റെ അകത്ത് കയറിയിട്ട് കതകടച്ചിട്ട് പുതപ്പെടുത്ത് കഴുത്തിൽ ചുറ്റിയിട്ട് സീലിംഗ് ഫാനിൽ ചുറ്റിയിട്ട് ആത്മഹത്യ ചെയ്തു പോയ മകൻ കേരളത്തിലായിരുന്നില്ലേ? ഇങ്ങനെ എത്ര ദുരനുഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നു. എന്തുകൊണ്ടാണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേൾക്കേണ്ടവർക്ക് കേൾക്കാനുള്ള ശ്രവണപുടങ്ങളില്ല, കാണേണ്ടത് കാണാനുള്ള കണ്ണുകളില്ല, ചിന്തിക്കേണ്ടത് ചിന്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും നമ്മളൊട്ടും നന്നാവുകയില്ല. നമ്മൾ നന്നാവൂല. കോവിഡ് കഴിഞ്ഞ സമയത്താണ് കാസർഗോഡ് നിന്ന് കർണാടകയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു പരിപാടിക്ക് പോകുമ്പോൾ എന്നെ കാണിച്ചു തന്നു. കോവിഡ് വന്നതിന് ശേഷം മീനില്ലാതെ തീരദേശ പ്രദേശങ്ങളിലാണ് നിങ്ങൾ താമസിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ മീൻ കിട്ടും. നിങ്ങൾക്ക് പോലും മീനില്ലാത്തതിന്റെ പേരിൽ മീനില്ലാ കറി വെച്ച് കുടിച്ചവരല്ലേ നിങ്ങൾ? അങ്ങനല്ലേ? അങ്ങനെ കറി വെച്ചില്ലേ? നിങ്ങൾക്ക് മീൻ ഉണ്ടാകുന്നില്ലേ? ആരും കാണാതെ ഇവിടെ നിന്ന് ഇറങ്ങിയെടുത്തല്ലേ? നമുക്കൊക്കെ മീനില്ലാത്തതുകൊണ്ട് അവസാനം എന്താ ചെയ്ത? മീൻകറി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മീനിൽ ഇടുന്ന സാധനങ്ങളൊക്കെ ഇടും, പക്ഷെ മീൻ ഉണ്ടാവൂല. അതാണ് മീനില്ലാത്ത മീൻകറി. അത് വെച്ച് കഴിക്കേണ്ടി വന്നു കുറെ നാള്. പുറത്തിറങ്ങിയ പോലീസ് ലാത്തി വീശി അല്ലേ? സ്വന്തം വണ്ടിയും കൊണ്ട് പുറത്തിറങ്ങണമെങ്കിൽ എഴുതി കൊടുക്കണം, ഞാൻ ഇന്ന ആവശ്യത്തിന് പോകുന്നു, ഇന്ന സമയത്ത് തിരിച്ചു കയറും എന്ന് പോലീസ് മുമ്പാകെ എഴുതി കൊടുത്തിട്ട് പോകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എല്ലാ അവസ്ഥകളും മാറിയപ്പോൾ കർണാടകയിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു വലിയ പന്തല് കാണുന്നു. അപ്പൊ എന്നെ കൊണ്ടുപോയ ആള്, ഞാൻ ഹക്ക് പറയാ, എനിക്കറിയാം ഇത് ലൈവാണെന്നൊക്കെ, ഇങ്ങനെ പോകുമ്പോ എന്നോട് കൂടെ കൊണ്ടുപോയ ആള് പറഞ്ഞു, ഉസ്താദേ ആ പന്തല് കണ്ടോന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്താ സമ്മേളനം വല്ല നടന്നാണോ? അല്ല, അത് ഒരു ഹാജിയുടെ മോളുടെ കല്യാണമായിരുന്നു. എത്ര രൂപയാണ് പന്തലിന്റെ വില? 50 ലക്ഷം രൂപ പന്തലിന് മാത്രം.
50 ലക്ഷം രൂപ പന്തലിന് മാത്രം. 50 ലക്ഷം രൂപ നമുക്കുണ്ടെങ്കിൽ 10 പെൺകുട്ടികളെ കെട്ടിക്കും. നമ്മൾ 10 പെൺകുട്ടികളെ കെട്ടിക്കും. മഹർ കൊടുക്കാനില്ലാത്തതിന്റെ പേരില് 1 ഗ്രാം മഹർ എനിക്ക് വാങ്ങിത്തരുമോ എന്ന് ചോദിച്ചിട്ട് പുനലൂരുകാരനായ ഒരു മതപണ്ഡിതൻ ജുമയ്ക്കന്റെ പള്ളിയിൽ വന്നു. ഞാൻ പറഞ്ഞു 1 പവൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. പലരെയും വിളിച്ചിട്ട് 1 പവൻ വാങ്ങിക്കൊടുത്തു. കല്യാണം കഴിക്കാൻ മഹർ കൊടുക്കാനില്ലാത്തതിന്റെ പേരില് 1 പവൻ. അവര് ചോദിച്ചത് 1 ഗ്രാം. 1 ഗ്രാം. ആലോചിച്ചു നോക്കിയേ. ഇതെല്ലാം കാണുമ്പോ നമ്മുടെ മനസ്സലിയണം. ഇത് കാണുമ്പോൾ കാണാതെ റീല് കണ്ടിട്ട് ഷോർട്ട് ഫിലിമുകൾ കണ്ടിട്ട് കരയുന്ന പെണ്ണേ, ചെറുപ്പക്കാരാ, നിന്റെ അവസ്ഥയാണ് അല്ലാഹു പറഞ്ഞത്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ. നീ അശ്രദ്ധനാണ്, അശ്രദ്ധന. ഇനി നമുക്ക് പറയാം, അശ്രദ്ധയുടെ മൂടുപടത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ മരിക്കുന്ന സമയത്ത് പുറത്തേക്ക് ഇടുന്നതിന് മുമ്പ് നമുക്ക് പുറത്തു വരാൻ നമുക്കൊരു അമല് ചെയ്യണ്ടേ? ഇന്നത്തെ ദിവസം മുതൽ നമുക്ക് ചെയ്യാൻ കഴിയണം. അല്ലാഹുവേ, തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഒരു അമല് നിങ്ങൾ ചെയ്യുവോ? എന്റെ ചിലക്കൂരെന്നെ നേരിട്ട് വയല കേൾക്കുന്നവരും ഇത് പിന്നീടെങ്ങാനും സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത്, എന്താ നാറുന്ന അല്ല, കരിഞ്ഞു പോയാ? ഒന്നും കരിഞ്ഞില്ലല്ലോ. നാറ്റം പറഞ്ഞു. എനിക്കറിയാം എന്റെ കുടല് കരിഞ്ഞായിരിക്കും വിശന്നിട്ട്. എന്തോ കരിഞ്ഞു നാറുകയാണ്. കത്തുന്നൊന്നുമില്ലല്ലോ. ആ ശരി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിക്കുന്നതിന് മുമ്പ് നമ്മളെ അല്ലാഹു മാറ്റുന്നതിന് മുമ്പ് നമുക്ക് മാറ്റണം. ആ മാറ്റം എങ്ങനെയാണ് വേണ്ടതെന്നറിയോ സഹോദരങ്ങളെ? പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. സൂറത്തുൽ അഅറാഫ് തന്നെ 205-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നതെന്തെന്നറിയോ? വദ്കുർ റബ്ബക ഫീ നഫ്സിക തളർറുഅൻ വഖീഫാ ودون الجهر من القول بالغدو والآصال ولا تكن من الغافلين. സഹോദരങ്ങളെ, ഈ പറയുന്ന അമല് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണേ. എന്നാൽ അശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അല്ലാഹു മാറ്റിത്തരുന്നതാ. അശ്രദ്ധയിൽ നിന്ന് നമ്മൾ പുറത്തു വരുന്നതാ. എന്നിട്ടോ നമ്മുടെ ജീവിതത്തെ അല്ലാഹു ഏറ്റവും ഉത്കൃഷ്ടമായ അവസ്ഥയിലേക്ക് മാറ്റുന്നതാ. സഹോദരാ, ഏതാണ് അമലെന്നറിയോ? അല്ലാഹു തന്നെ പറയുകയാണ്, വദ്കുർ റബ്ബക ഫീ നഫ്സിക. നീ അല്ലാഹുവിനെ പറ്റി ഓർക്കണേ, അല്ലാഹുവിനെ പറ്റി ഓർക്കണേ മനുഷ്യ. നീ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലണേ മനുഷ്യ. സഹോദരങ്ങളെ, ഖൽബിനകത്ത് പടച്ചവനെ പറ്റിയുള്ള ഓർമ്മയും നാവ് കൊണ്ട് ദിക്ർ ചൊല്ലലും ദിക്റാ. അതുകൊണ്ട് ഓർക്കലും പറയലും ദിക്ർ തന്നെയാണ്. അല്ലാഹു പറയുന്നു, വദ്കുർ റബ്ബക ഫീ നഫ്സിക. അല്ലാഹുവിനെ പറ്റി നീ ഓർക്കുകയും പടച്ചവന്റെ നാമം, അല്ലാഹുവിന്റെ നാമങ്ങൾ മൊഴിയുകയും ചെയ്യണേ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, തളർറുഅൻ വഖീഫതൻ വദൂനൽ ജഹരി മിനൽ ഖൗൽ. അല്ലാഹു 3 നിബന്ധനകൾ വെച്ച് ദിക്ർ ചൊല്ലാൻ. അതിൽ 2 അല്ലാഹുവിനെ ഓർക്കുമ്പോൾ, അതിൽ 1 ദിക്ർ ചൊല്ലുമ്പോഴുമാണ്. ഏതാണ് പടച്ചവനെ പറ്റി മനസ്സിന്റെ ഉള്ളറകളിൽ ഓർക്കുമ്പോ നമ്മൾ പാലിക്കേണ്ടതെന്നറിയോ? അല്ലാഹു പറയുകയാ, തളർറുആ തളർറുആ. വിനയത്തോടെ വേണം നീ പടച്ചവനെ ഓർക്കാൻ. നീ ആരെ പറ്റിയാ ഓർക്കുന്നത്? നീ ആരെ പറ്റിയാ ഓർക്കുന്നത്? നിന്റെ നേതാവിനെ, നിന്നെ സൃഷ്ടിച്ചവനെ, നിന്നെ പടച്ചവനെ, നിനക്ക് ഭക്ഷണം തന്നവനെ, നിനക്ക് വെള്ളം തന്നവനെ, നിനക്ക് ഉയിരിട്ടവനെ, നിനക്ക് ആയുസിട്ടവനെ, നിനക്ക് ചലനമിട്ടവനെ, നിനക്ക് റൂകൂടിയവനെ, നിന്നെ ഉറക്കിയവനെ, നിനക്ക് വസ്ത്രം തന്നവനെ, നിന്നെ രക്ഷപ്പെടുത്തിയവനെ, നിന്നെ അവസാനം സംഹരിക്കുന്നവനെ നീ ഓർക്കണം. എങ്ങനെ? തളർറുആ. വിനയത്തോടെ വേണം പടച്ചവനെ ഓർക്കാൻ. രണ്ടാമതല്ല പറഞ്ഞത് വഖീഫാ. നല്ല ഭയത്തോടെ വേണം പടച്ചവനെ ഓർക്കാൻ. അല്ലാഹു ഭീകരനായത് കൊണ്ടല്ല,
അല്ല ഭീകരനായത് കൊണ്ടല്ല. ചിലര് പറയുന്നത് ഈ ചില മരണങ്ങൾ, അബുദാബിയിൽ 4 മക്കൾ മരിച്ചു, 5 കുട്ടികൾ ഉണ്ടായിരുന്ന പ്രവാസി മലയാളികൾക്ക് അവര് അബുദാബിയിൽ ഒരു ആഘോഷം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ 4 പൊന്നുമക്കൾ അപ്പോഴേ മരിച്ചു. ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോ അതിന്റെ അടിയിലെ കമന്റുകൾ, എന്തല്ലാ അങ്ങനെ ഒരുത്തനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കൊല്ലുവോ, ഇവരുടെ കണ്ണീര് കാണുവോ എന്നൊക്കെ ചോദിച്ചിട്ട്, സഹോദരങ്ങളെ അതിനെപ്പറ്റി വിശദീകരിക്കാൻ നിന്നാൽ നമുക്ക് ഒരു ദിവസം മതിയാകാതെ വരും. അള്ളാഹുവിന് നമ്മളോടുള്ള സ്നേഹം ഉമ്മാക്ക് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹത്തിന്റെ 100 ഇരട്ടിയാണ്. ഇത് അള്ളാന്റെ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. പടച്ചവൻ എന്തോ ഹിക്മത്ത് ഉണ്ടാവും. ഒരിക്കൽ ഒരാൾ ഇങ്ങനെ നടന്ന് ക്ഷീണിച്ചപ്പോൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ കാലും കൈയൊക്കെ നിവർത്തി അങ്ങ് കിടന്നു. അയാൾ നോക്കുമ്പോൾ ഉണ്ട് വലിയ ഒരു മരം. ആ മരത്തിന്റെ പേര് അക്രൗട്ടണ്ടി മരം എന്നാണ്. വലിയ മരം, നല്ല ഉയരമാണ്. ഭയങ്കരമായ ഉയരത്തിൽ നിൽക്കുന്ന കായകളോ ചെറിയ കായകളാണ്, ചെറിയ കായകൾ. അയാൾ ഇങ്ങനെ നോക്കി. എന്നിട്ട് അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ചെറിയ വള്ളി. ആ വള്ളികളിൽ ഭീമാകാരമായ വലിയ മത്തങ്ങയും തണ്ണിമത്തനും ഒക്കെ പടർന്നു കിടക്കുന്ന കണ്ടിട്ടില്ലേ? വലിയ തണ്ണിമത്തൻ, 10 കിലോ 15 കിലോ ഭാരമുള്ള തണ്ണിമത്തനൊക്കെ ചെറിയ വള്ളിയിലാ പിടിക്കുന്നത്. അപ്പോ ഈ മനുഷ്യൻ ഈ നേരത്തെ പറയപ്പെട്ട ഈ യമുക്കളിൽപ്പെട്ട ആരോ ആയിരിക്കണം അത്, അല്ലെ? ഈ യുക്തിവാദികളിൽപ്പെട്ട ഏവനെങ്കിലും ആയിരിക്കണം, മറ്റേ അരിബ് ഹുസൈന്റെ സംഘടനയിൽപ്പെട്ട ആരെങ്കിലും ഒക്കെ ആയിരിക്കണം. അപ്പൊ അയാൾ ചിന്തിച്ചു, ദൈവത്തിന് വട്ടുണ്ടാ, ദൈവം പൊട്ടനാണ്. ഈ വലിയ മരത്തിലെ ചെറിയ കായും ചെറിയ വള്ളിയിൽ വലിയ കായും, എന്റെ വലിയ മരത്തിൽ വലിയ കായും ചെറിയ വള്ളിയിലെ ചെറിയ കായും അല്ലേ പടച്ചോൻ വെക്കേണ്ടത്? അല്ല പൊട്ടനാണോ? ഇയാളിങ്ങനെ ചിന്തിച്ച് കിടന്നു. കണ്ണ് മയങ്ങി. കാറ്റടിച്ചു. മരത്തിന്റെ മുകളിൽ നിന്നൊരു ചെറിയ കായ നേരെ അത് ഇളകി ഇയാളെ തലയിൽ തന്നെ വന്നങ്ങ് വീണു. ഇയാളെ തലയിൽ വന്നങ്ങ് വീണു. ചാടി എഴുന്നേറ്റ് തല തടകി. ചെറിയൊരു വേദന മാത്രമേ ഉണ്ടായുള്ളൂ. അയാള് പറയാ, ദൈവമേ പടച്ചോനെ, നീ എത്ര വലിയവനാണ്. ഈ വലിയ മരത്തിന്റെ മുകളിൽ തണ്ണിമത്തന്റെ വലിപ്പത്തില് കായായിരുന്നെങ്കിൽ എന്റെ തല ഉണ്ടാവുമായിരുന്നോ? എന്റെ തല എപ്പോഴേ പൊട്ടി പിളർന്നു പോയേനെ. ചെറിയ കായ നീ വെച്ചതിൽ ഹിക്മത്തുണ്ടല്ലോ എന്ന് ആ മനുഷ്യൻ പറഞ്ഞുപോയി.